സംഭൽ സന്ദർശനത്തിന് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ വീണ്ടും നടപടി സ്വീകരിച്ച യോഗി സർക്കാർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയാണ് സംഭലിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാക്കളെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ യോഗി സർക്കാർ സമ്മതിക്കുന്നില്ല എന്നതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കൾ അവിടെ സന്ദർശിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ്. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് സന്ദർശനം തടയാൻ ഉത്തരവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് സംഭൽ സന്ദർശനം നടത്താനിരിക്കുമ്പോഴായിരുന്നു ഈ നടപടി. അബ്ദുൾ റഷീദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. റഷീദ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഭൽ സംഘർഷം നിലനിൽക്കുന്ന ഘട്ടത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നു, അവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിക്കുന്നു, പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തിന് വിലങ്ങ് വീഴുന്നു. അതോടൊപ്പം പ്രതിപക്ഷ നേതാക്കളെ അങ്ങോട്ട് അടുപ്പിക്കാത്ത നിലയുണ്ട്. മുസ്ലിം ലീഗ് SP നേതാക്കളൊക്കെ അവിടെ സന്ദർശനത്തിന് ശ്രമിച്ചപ്പോഴൊക്കെ തിരിച്ചടിയാണ് നേരിട്ടത്, കടത്തിവിട്ടില്ല. രാഹുൽ ഗാന്ധിക്കും അതുതന്നെ സംഭവിക്കുന്നു. എന്താണ് സർക്കാർ നിലപാട് അവിടെ? അന്ന, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികളെ യാതൊരു തരത്തിലും സംഭലിലേക്ക് കടത്തിവിടില്ല എന്നൊരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാർ ഇത്തരത്തിൽ വലിയ ഒരു ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. ഒപ്പം വലിയ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ കാര്യങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആരോപണം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളിലെ യാതൊരു വിധത്തിൽ നേതാക്കളെയും, ചെറിയ നേതാക്കളെയും വലിയ നേതാക്കളെയും പോലും ഇത്തരം ഈ സംഘർഷ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു കടുത്ത നിലപാട് തന്നെ തുടരുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാരും ഒപ്പം ഉത്തർപ്രദേശ് പോലീസും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്, സമാജ്വാദി പാർട്ടി നേതാക്കളൊക്കെ തന്നെയും വലിയ രീതിയിൽ തടയുന്നു. ഒപ്പം സമാജ്വാദി പാർട്ടി നേതാക്കൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും സംഭലിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും അജയ് റായിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെയും വലിയ രീതിയിൽ പോലീസിൻ്റെ വലിയ സംഘം എത്തി തടയുന്ന സംഭവങ്ങളൊക്കെ തന്നെയും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംഭൽ സന്ദർശനത്തിന് ഒരുങ്ങിയത്. ഇതാണ് ഇപ്പോൾ ഇന്നലെ ജില്ലാ മജിസ്ട്രേറ്റ് തടഞ്ഞിരിക്കുന്നത്. അതായത് UPയിലേക്ക് കടക്കുന്ന, ഉത്തർപ്രദേശിലേക്ക് കടക്കുന്ന അഞ്ച് ജില്ല അതിർത്തികളിലേക്ക് പ്രത്യേക ജാഗ്രത നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൽ ജില്ലാ മജിസ്ട്രേറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ജില്ലകളിലെ അതിർത്തി പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവേശനം തടയുന്നതിന് ആവശ്യമായ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ കൃത്യമായി തന്നെ ഉത്തരവിൽ പറയുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം തടയുന്ന ഒരു സമീപനം തുടരുകയാണ് ഉത്തർപ്രദേശ് പോലീസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ മറച്ചുവെക്കാൻ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ കമ്മീഷനെ നേരത്തെ UP സർക്കാർ നിയോഗിച്ചിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സന്ദർശനത്തിന് എത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും നമുക്ക് ലഭ്യമാക്കാനുണ്ട്. എന്തായാലും ഒരുപക്ഷെ ഗാസിയാബാദിൽ വെച്ചായിരിക്കും ഇന്ന് ഉത്തർപ്രദേശ് സംഭലിലേക്ക് പുറപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ തടയുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ MPമാരൊക്കെ തന്നെയും ഇത്തരത്തിൽ UPയിലേക്ക് സംഭൽ സന്ദർശനത്തിന് എത്തിയപ്പോൾ ദില്ലിയിലെ തൊട്ടടുത്തുള്ള ഗാസിയാബാദ് ബോർഡറിൽ വെച്ചാണ് തടഞ്ഞത്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെയും അത്തരത്തിൽ ഗാസിയാബാദ് ബോർഡറിൽ വെച്ച് തടയാനുള്ളൊരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായേക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും സംഭൽ സന്ദർശനത്തിന് നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. ഗാസിയാബാദിലടക്കം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഒപ്പം അയൽ ജില്ലകളായിട്ടുള്ള ബുലന്ദഹർ, അംരോഹ, ഗൗതം ബുന്ദ തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെയും കർശനമായ നിർദ്ദേശം ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഉത്തർപ്രദേശിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ഉത്തർപ്രദേശിൻ്റെ മറ്റു മേഖലകളിലേക്കോ ലോക്സഭാ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളോ എത്തുകയാണെങ്കിൽ അവരെ കൃത്യമായി തടയണമെന്ന ഒരു കർശന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയിരിക്കുന്നത്. അന്ന. അതെ, അബ്ദുൾ റഷീദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗ്യാൻവാബിക്ക് ശേഷം ഇതാ പുതിയ ഒരു
പള്ളിയെ കേന്ദ്രീകരിച്ച് കൂടി വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിവാദങ്ങൾ എന്നല്ല, സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, പലരും ആക്രമിക്കപ്പെടുന്നു. വേദനയോടുകൂടിയുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ ഇടപെടുന്നുണ്ട്. പക്ഷേ അവരെ അവിടേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും യോഗി സർക്കാർ നടത്തുന്നു എന്നതാണ്.